നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ KSEBയുടെ ഇലക്ട്രിക്കൽ സെക്ഷനിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആക്രമണം എന്ന് പറയുമ്പോൾ KSEBയെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി പുറത്തുനിന്നും വാങ്ങി കൂടിയ വിലയ്ക്ക് വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് സബ്സിഡി അടിസ്ഥാനത്തിൽ വിതരണം നടത്തുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSEB. KSEBക്ക് ഈ സംസ്ഥാനത്ത് 774 സെക്ഷനുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സെക്ഷൻ ഓഫീസുകളിൽ കടന്നു കയറി അക്രമങ്ങൾ നടത്തുന്നത്, വൈദ്യുതി വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ടും വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ടും ഉള്ള ആക്രമണ പരമ്പരകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം തിരുവമ്പാടി സെക്ഷനിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ ചാർജ് അടയ്ക്കാൻ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട തീയതി കഴിഞ്ഞതിന് ശേഷവും അടയ്ക്കാത്ത സാഹചര്യത്തിൽ ഡിസ്കണക്ഷൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ബില്ല് അടയ്ക്കുകയും പിന്നീട് റീകണക്ഷൻ ആവശ്യപ്പെട്ട് ചെല്ലുന്ന ആ അവസരത്തിൽ സെക്ഷൻ ഓഫീസിൽ രാവിലെ നടക്കുന്ന സൺറൈസ് മീറ്റിംഗ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ എല്ലാവിധ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളും തീരുമാനിക്കപ്പെടുന്ന എല്ലാ ദിവസവും രാവിലെയുള്ള സൺറൈസ് മീറ്റിങ്ങിൽ ഹാജരായിരുന്ന 10-17 ജീവനക്കാരുടെ മുന്നിൽ വെച്ച് അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഓഫീസിന്റെ മേലധികാരിയുടെ പുറത്തേക്ക് വീട്ടിൽ നിന്നും കരുതിക്കൊണ്ടുപോയ അഴുക്ക് വെള്ളം, മലിനജലം, അത് അദ്ദേഹത്തിന്റെ തലയിലൂടെ ഒഴിച്ച് പോരാത്തതിനെ ആ സെക്ഷൻ ഓഫീസിൽ കടന്നു കയറി അവിടുത്തെ ജീവനക്കാരെ മർദ്ദിക്കുകയും ഈ രാജ്യത്തെ പൊതുസ്വത്തും KSEBയുടെ വക ആസ്തിയും അത് നഷ്ടപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള കുറ്റകരമായിട്ടുള്ള, വളരെ വിരുദ്ധമായിട്ടുള്ള, സമൂഹ വിരുദ്ധമായിട്ടുള്ള നടപടി കൈക്കൊണ്ട ഒരു വിഷയത്തിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടുത്തെ ചാനൽ ചർച്ചകളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വിഷയം. KSEBയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അത്തരത്തിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട KSEBയുടെ ചെയർമാനും ആദരണീയനായ വൈദ്യുതി വകുപ്പിൻ്റെ മന്ത്രിയും സ്ഥാപനത്തിൻ്റെ വസ്തുവകകൾ നശിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നഷ്ടപരിഹാരം ഈടാക്കിയതിന് ശേഷം മാത്രമേ വൈദ്യുതി നൽകാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റീകണക്ഷൻ കൊടുക്കാൻ വൈകുകയും ചെയ്തു എന്നുള്ള ഒരു വിഷയം കേരളത്തിൽ ഇന്ന് ചില മാധ്യമങ്ങൾ വളരെ വാശിയോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, KSEBയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KSEB വാർത്തകൾ നിറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള അപകട മരണങ്ങളിലും ഒപ്പം ഉപഭോക്താക്കൾക്ക് പറ്റുന്ന അപകട മരണങ്ങളും എല്ലാം അത് വളരെയധികം അതിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ വേണ്ടുന്ന സ്റ്റാഫ് സ്ട്രെങ്ത് എന്താണെന്ന് പോലും തീരുമാനിക്കാത്ത ഒരു കരാറും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കുറേ ജീവനക്കാരും ചേരുന്ന ഒരു സംവിധാനമായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്ഷൻ ഓഫീസുകളിൽ മതിയായ ജീവനക്കാരില്ലാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് അവിടുത്തെ റവന്യൂ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനക്കാർക്ക് റവന്യൂ വിഭാഗത്തിൽ അവർക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കറണ്ട് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ജീവനക്കാരുടെ കറണ്ട് വിച്ഛേദിക്കുകയും
അവർക്ക് പൈസ അടയ്ക്കുന്ന മുറയ്ക്ക് ആ കറണ്ട് നൽകുക എന്നുള്ള ഒരു സംവിധാനം തന്നെയാണ് അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കിടയായ സംഭവത്തിലും ജീവനക്കാർ അവരെ ചുമതലപ്പെടുത്തിയ ജോലി മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. മറിച്ച് സ്ഥിരം ഡിസ്കണക്ഷൻ്റെ കീഴിൽ വരുന്ന ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് ആ ഉപഭോക്താവിൻ്റെ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ആ ജീവനക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഓഫീസിൽ വന്നതിന് ശേഷവും അവിടെയുള്ള ജീവനക്കാരെ എല്ലാം ആക്രമിക്കുന്ന ഒരു ശ്രമത്തിലേക്കും ആ ഒരു കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കും ആ വിഷയം കടന്നു പോകുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുരോഗമന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെയധികം പുരോഗമനവാദികളെന്ന് വാദോരാതെ വീമ്പിളക്കുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും ഒരു ആക്ഷേപാർഹമാണ് എന്നുള്ള കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും എല്ലാ മാനുഷിക അവകാശങ്ങളും എല്ലാ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും എല്ലാം അവകാശപ്പെടുന്ന അർഹതയുള്ള അതിനെല്ലാം ഭാഗമായി തന്നെ ജീവിക്കുന്ന പ്രജകളാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളാണ് എന്നുള്ളൊരു ബോധം കൂടി ഈ സെക്ഷൻ ഓഫീസുകളിലും KSEBയുടെ ഓഫീസുകളിൽ കയറി വിഷയങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ മറിച്ച് KSRTC ആയാലും ശരി സർക്കാർ ഓഫീസുകളിൽ കയറി എന്തും കാണിക്കാമെന്ന് കരുതുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബൃഹത്തായ ശൃംഖലയാണ്. കേരളത്തിലുടനീളമുള്ള ഒരു വലിയൊരു ശൃംഖലയാണ്. അതിൽ ഏതാണ്ട് 27,000-ൽ പരം ജീവനക്കാരും ഏതാണ്ട് 40,000-ൽ പരം പെൻഷൻകാരും അടങ്ങുന്ന ഒരു സംവിധാനം. ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്ന ഈ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ഗുണഭോക്താക്കളായി വരുന്ന ആളുകളുടെ എണ്ണം കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു നല്ലൊരു ശതമാനം സംഘടിത വോട്ട് ബാങ്ക് എന്ന നിലയ്ക്ക് മാത്രമല്ല, അവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ എല്ലാം അത്താണിയായി നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് അവരും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം ആരും മറക്കരുത്. മറിച്ച് കറണ്ട് ചാർജ് അടയ്ക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പായി വൈദ്യുതി ചാർജിൻ്റെ കുടിശ്ശിക അടച്ച് അത് ഡിസ്കണക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അവസരം അത് മുതലാക്കുകയാണ് ഇവിടെ ഉപഭോക്താക്കൾ ചെയ്യേണ്ടത് എന്നാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് വൈദ്യുതി ചാർജ് അടച്ചതിന് ശേഷം കറണ്ട് കൊടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെയും അതുപോലെ അവിടുത്തെ പ്രിമിസസിൽ വെച്ചിട്ടുള്ള സംവിധാനങ്ങളെയും സമീപിക്കുന്നതിനുള്ള സുരക്ഷിതത്വം അത് ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കേണ്ടതുള്ളൂ എന്ന് വൈദ്യുതി ആക്ട്, ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ ആ ഒരു അനുച്ഛേദം 48 സെക്ഷൻ 48 പറയുന്നുണ്ട്. ആ ഒരു ഓർഡറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അനുച്ഛേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വൈദ്യുതി വിച്ഛേദിച്ചത് പുനഃസ്ഥാപിക്കേണ്ടതില്ല, അവിടെ ചെന്ന് നമുക്ക് ജീവനക്കാർക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം കിട്ടുന്നൊരു സാഹചര്യത്തിൽ മാത്രം അത് ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനം ബന്ധപ്പെട്ട കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനും അതിൻ്റെ മന്ത്രിയും നിർദ്ദേശിക്കപ്പെട്ടിട്ട് ഉള്ളത് എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തഹസീൽദാരെ ചുമതലപ്പെടുത്തുകയും തഹസീൽദാർ ഈ മേൽപ്പറഞ്ഞ കാര്യത്തിൽ അവർക്കുള്ള അഭിപ്രായം സ്വരൂപിക്കുന്നതിന് വേണ്ടി പോയെങ്കിലും അവർ ആ ഒരു തീരുമാനം അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തില്ല എന്നാണ് ഈ വാർത്തകളിൽ നിറയുന്ന വർത്തമാനം. പക്ഷേ ഒരു രോഗി എന്ന നിലയിൽ മാനുഷിക പരിഗണന കൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് ഇവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നൊരു തീരുമാനം കൈക്കൊണ്ട കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെയും അതിൻ്റെ ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും ഒപ്പം അതിൻ്റെ വകുപ്പ് മന്ത്രിയെയും വൈദ്യുതി വകുപ്പ് മന്ത്രിയെയും നമുക്ക് അവിടുത്തെ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരെയും നമുക്ക് ഇത്തരണത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അവർക്കുണ്ടായ ആ ഒരു ശാരീരികമായും മാനസികമായും ഉണ്ടായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് തന്നെ ആ മാനവും അഭിമാനവും ഒന്നും നോക്കാതെ അഭിമാനവും അല്ലെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഈ ശാരീരിക പീഡകളൊന്നും വകവയ്ക്കാതെ ഒരു മാനുഷിക പരിഗണന നിമിത്തം
യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിൽ അവർ പരിഗണനയൊന്നും നൽകാതിരുന്നിട്ട് കൂടി ആ ഒപ്പിട്ട് നൽകുക എന്നുള്ള ആ ഒരു സമ്മതപത്രം നൽകാതിരുന്നിട്ട് കൂടി അവർക്ക് വൈദ്യുതി പ്രസ്താവിച്ച് കൊടുത്ത അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ട വൈദ്യുതി ബോർഡിൻ്റെയും വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള KSEBിയുടെ ഉദ്യോഗസ്ഥരെയും നമുക്ക് നെഞ്ചോട് ചേർക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. കാരണം ഈ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ ഒരു സർപ്രൈസായിട്ട് ഒരു സമര പരമ്പര അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു പണിമുടക്ക് നടത്തുകയാണെങ്കിൽ കേരളത്തിലെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. കാരണം നിരവധിയായ രോഗികൾ ഈ വൈദ്യുതി മുടങ്ങാതെ മരുന്നുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന എത്രയോ ലക്ഷക്കണക്കിന് രോഗികളുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി ഒരു നേരം മുടങ്ങിയാൽ എത്രയോ ഓപ്പറേഷനുകൾ തടസ്സപ്പെടുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ ശക്തമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ ഉള്ള വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സംഘടനകൾക്ക് അതിനുള്ള കഴിവുണ്ട്, അവിടുത്തെ ജീവനക്കാർക്ക് അതിനുള്ള കഴിവുണ്ട്. പക്ഷേ അവർ അത്തരത്തിലുള്ള പരിശ്രമങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും പോകാതെ സാമൂഹിക പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിലെ കീഴിലുള്ള ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ KSEBയിലെ കേരളത്തിലെ മൊത്തം ജീവനക്കാരെയും നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം കേവലം ഒറ്റപ്പെട്ടൊരു വിഷയമായി ഇതിനെ കാണേണ്ട. കാരണം വൈദ്യുതി മുടങ്ങുന്നത് ഏതെങ്കിലും സെക്ഷൻ ഓഫീസിലുള്ള ജീവനക്കാരൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിഷയമല്ല. അത് നമ്മുടെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അത് നമുക്ക് എത്ര പരിശ്രമിച്ചു കഴിഞ്ഞാലും പരിഹാരമില്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായും വൈദ്യുതി തടസ്സമുണ്ടാവുക എന്ന് ഉള്ളത് അത് കാലവർഷവുമായി ബന്ധപ്പെട്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുമുള്ളൊരു വിഷയമാണ്. അതുപോലെയല്ല കറണ്ട് ചാർജ് അടയ്ക്കാതെ കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഡിസ്കണക്ഷൻ ചെയ്യുന്നു എന്ന് പറയുന്നത് കറണ്ട് ബില്ലടയ്ക്കേണ്ട സാഹചര്യവും കറണ്ട് ബില്ലടയ്ക്കേണ്ട ഉത്തരവാദിത്വവും യഥാർത്ഥത്തിൽ ഉപഭോക്താവിൻ്റെ തന്നെയാണ്. ഉപഭോക്താവ് കൃത്യമായ തീയതികളിൽ കൃത്യമായ അവർക്ക് നൽകിയിട്ടുള്ള സമയാസമയത്ത് വൈദ്യുതി ചാർജ് അടച്ചു കഴിഞ്ഞാൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ നിന്നും അവർക്കൊഴിഞ്ഞു മാറാനുള്ള അവർക്ക് സംരക്ഷണം നേടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഒരു 5% ആളുകൾ അല്ലെങ്കിൽ മൊത്തമുള്ള 1,36,00,000 കൺസ്യൂമർമാരിൽ 5-10% ആളുകൾ എത്ര നിർബന്ധിച്ചു കഴിഞ്ഞാലും വൈദ്യുതി ചാർജ് അടയ്ക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്നതായിട്ടാണ് വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് മാത്രമല്ല, വൈദ്യുതി ഉപയോഗിച്ചതിന് ശേഷം പിന്നെയും വൈദ്യുതി ചാർജ് അടയ്ക്കുന്നതിന് വേണ്ടി അവസരം തരുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് പൊതുമേഖലയിൽ നിലനിൽക്കുന്ന വൈദ്യുതി ബോർഡിനെയും അതിലെ ജീവനക്കാരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ മറ്റേത് വസ്തു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും അഡ്വാൻസ് ആയിട്ട് നമ്മൾ കാശ് നൽകി വാങ്ങിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള വൈദ്യുതി ചാർജ് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെയും 10-21 ദിവസത്തെ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് എന്നുള്ള വസ്തുത ഈ കേരളത്തിലെ പ്രബുദ്ധ ജനത ഓർത്തിരുന്നാൽ നന്ന്.